ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ ആറാമത്തെ പാഠത്തിൻ്റെ പേരാണ് പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം. എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്? പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം. നിങ്ങൾക്കറിയില്ലേ എന്താണ് പാലപ്പം എന്ന്? ഇതാണ് പാലപ്പം. നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇനി കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞ് ഉണ്ടാക്കിത്തരാൻ പറയണം. ഇനി ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു പെൺകുട്ടിയാണ് അല്ലേ? ആ കുട്ടിയുടെ പേര് ഷൈനി എന്നാണ്. ഷൈനി ഇരിക്കുന്നത് എവിടെയാണ്? ഒരു വീൽ ചെയറിലാണ്. കണ്ടില്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഷൈനിക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ്. ഷൈനിയുടെ കയ്യിൽ ഒരു പാത്രത്തിൽ പാലപ്പവുമുണ്ട് ഇല്ലേ? ഇനി ഷൈനിയുടെ അടുത്ത് ആരൊക്കെയാണുള്ളത്? ഒരു ഉറുമ്പുണ്ട്, പൂച്ചയുണ്ട്, നായയുണ്ട്, കോഴിയുണ്ട്, കാക്കയുണ്ട്. കണ്ടില്ലേ ചിത്രത്തിൽ? നായയാണെങ്കിലോ ഷൈനിയുടെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഷൈനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളർത്തു മൃഗം ആരാണ്? നായയായിരിക്കും എന്ന് തോന്നുന്നു അല്ലേ? ഷൈനി നായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുമുണ്ട്. ഇനി നമുക്ക് പാട്ട് പാടിയാലോ? വെളുവെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി, കോഴി വന്നു കൊത്തിയിട്ടോ പൂച്ച വന്ന് തിന്നിട്ടോ, പതുപതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. ഇനി അടുത്ത വരി പൂരിപ്പിക്കണം. അപ്പം നമുക്ക് എഴുതാം: നായ വന്ന് തിന്നിട്ടോ, ഉറുമ്പ് വന്ന് തിന്നിട്ടോ, കാക്ക വന്ന് കൊത്തിയിട്ടോ, പതുപതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. ഇനി പൂച്ചയൊരു പാട്ട് പാടുന്നത് നോക്കൂ. പാൽ നിറമുള്ളൊരു പാലപ്പം, പാൽ രുചിയുള്ളൊരു പാലപ്പം. പാലപ്പത്തിനെ കുറിച്ച് പുകഴ്ത്തി പാടുകയാണ് അല്ലേ? പാൽ നിറമുള്ളൊരു പാലപ്പം. പാലിൻ്റെ കളർ എന്താണ്? വെളുപ്പ് നിറമാണ്. അതുപോലെ തന്നെ പാൽ രുചിയുള്ളൊരു പാലപ്പം. അതിൻ്റെ ടേസ്റ്റ് പാൽ രുചിയാണ്, നല്ല രുചിയാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വരി നമുക്കൊന്ന് പൂരിപ്പിച്ച് നോക്കിയാലോ? അമ്പിളി പോലൊരു പാലപ്പം, വായിലലിയും പാലപ്പം, അമ്മ ചുട്ടൊരു പാലപ്പം, ആഹാ നല്ലൊരു പാലപ്പം. അമ്പിളി പോലൊരു പാലപ്പം എന്ന് പറഞ്ഞാൽ എന്താ? വട്ടത്തിലാണ് അല്ലേ? നമ്മുടെ അമ്പിളി മാമൻ്റെ പോലെയാണ് വട്ടത്തിലൊരു പാലപ്പം. പിന്നെയോ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു പാലപ്പമാണ്. ആരാണ് ചുട്ടത്? അമ്മ ചുട്ട നല്ലൊരു പാലപ്പമാണ്. ഇനി പറയാൻ പോകുന്നത് ഭക്ഷണങ്ങളുടെ വ്യത്യസ്തമായ രുചികളെക്കുറിച്ചാണ്. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ഒരുപോലെയാണോ? അല്ല അല്ലേ? അതിൽ മധുരമുള്ളതുണ്ട്, എരിവുള്ളതുണ്ട്, പുളിയുള്ളതുണ്ട്, കയ്പുള്ളതുണ്ട്. അങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങൾ നമുക്കറിയാം. ഇതിൽ ചോദിച്ചിരിക്കുന്നത് മധുരമുള്ളവ. നമുക്കെല്ലാം ഇഷ്ടമുള്ളതാണ് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് മധുരമുള്ളവ, പുളിയുള്ളവ അതും എഴുതണം. അതുപോലെ തന്നെ കയ്പുള്ളവ ഏതാണെന്നും എഴുതണം. അപ്പോൾ ആരോടും ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ അല്ലേ? നമ്മൾ കഴിക്കുന്നതല്ലേ? മധുരമുള്ളവ ഏതാണ്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഇതൊക്കെയായിരിക്കും. ഏതൊക്കെയാണ്? മിഠായികളുണ്ട്, ഐസ്ക്രീം, അതുപോലെ തന്നെ ലഡു, ജിലേബി, അങ്ങനെ ഒരുപാട് മധുരമുള്ള സാധനങ്ങളുണ്ട് അല്ലേ? ഇനി പുളിയുള്ളവ ഏതൊക്കെയാണ്? നാരങ്ങ പുളിയുള്ളതാണ് അല്ലേ? അതുപോലെ തന്നെ പുളിയാണ് അല്ലേ? പുളിയുള്ള ഒന്നാണ്. പിന്നെയോ തൈര്, മോര്, ഇങ്ങനെയുള്ളതൊക്കെ പുളിയുള്ള ഭക്ഷണങ്ങളാണ്. ഇനി അടുത്തത് കയ്പുള്ളവയാണ്. കയ്പയ്ക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ കയ്പുള്ളതാണ് അല്ലേ? അതുപോലെ തന്നെ നെല്ലിക്ക, പിന്നെ കഷായം. എല്ലാവരും കുടിച്ചിട്ടുണ്ടാവില്ല, എന്നാലും അത് കയ്പ് രസമുള്ളതാണ്. പറഞ്ഞതൊന്നുമല്ലാതെ നിങ്ങൾക്കറിയുന്നത് നിങ്ങൾക്ക് എഴുതി ചേർക്കാം. ചിത്രം നോക്കൂ. കാക്ക പ്രഥമനുണ്ടാക്കിയ കഥ പറയൂ, എഴുതൂ. കണ്ടില്ലേ? കാക്ക പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. എന്ത് പ്രഥമനാണ്? അടപ്രഥമനാണ് കാക്ക ഉണ്ടാക്കിയത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ അടയെടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നു.
എന്നിട്ട് അത് മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം അടുപ്പത്തേക്ക് ഉരുളി വെച്ച് അതിൽ പഞ്ചസാരയും പാലും ഒഴിക്കുന്നു. എന്നിട്ടത് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നു. പാലും പഞ്ചസാരയും നന്നായി കുറുകി വന്നതിന് ശേഷം നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ടിരിക്കുന്ന അടയെടുത്ത് അതിലേക്ക് ഇടുന്നു. എന്നിട്ട് പാലിൽ കിടന്ന് അട വേവുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അടയും പാലും പഞ്ചസാരയും എല്ലാം കുറുകി വരുമ്പോൾ ആ ഉരുളി മാറ്റി വേറെ ഒരു പാത്രം വെച്ച് അതിൽ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ജീരകവും ചുക്കും പൊടിച്ച പൊടി ഇടുന്നു. പിന്നെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും വറുത്ത് ഇതെല്ലാം കൂടി പായസത്തിലേക്ക് ചേർക്കുന്നു. ഇങ്ങനെ ചേർത്താൽ കാക്കയുടെ സ്വാദിഷ്ടമായ അടപ്രഥമൻ റെഡിയായി. നിങ്ങളും മുതിർന്നവരുടെ സഹായത്തോടെ പായസം ഉണ്ടാക്കി നോക്കണേ. പോഷകമാണീ പാവയ്ക്ക. എല്ലാവർക്കും അറിയാം അല്ലേ? പാവയ്ക്ക, കൈപ്പയ്ക്ക എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഇത്. കഴിക്കുമ്പോൾ ഭയങ്കര കയ്പ്പാണ്, പക്ഷേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകമാണ് ഈ പാവയ്ക്ക. അച്ഛാ നല്ലൊരു പാവയ്ക്ക, പിച്ചാം മോനെ പാവയ്ക്ക, കയ്പ്പാണച്ചാ പാവയ്ക്ക, പോഷകമാണേ പാവയ്ക്ക, വയ്ക്കാം രുചിയിൽ പാവയ്ക്ക, സ്വാദാണല്ലോ പാവയ്ക്ക, തിന്നാം നല്ലൊരു പാവയ്ക്ക. ആഹാരവിശേഷങ്ങൾ. ആഹാരങ്ങൾ പലതുണ്ട്, നമുക്കറിയാം അല്ലേ? ആഹാരങ്ങൾ പലതുണ്ട് നമ്മൾ കഴിക്കുന്നത്. അത് ആവിയിൽ വേവിക്കുന്നതാകാം, ചുട്ടെടുക്കുന്നതാകാം, വറുത്തെടുക്കുന്നതാകാം, വേവിക്കാത്തതാവാം. അങ്ങനെ പല ആഹാരങ്ങളുമുണ്ട്. അതേതാണെന്നൊന്ന് നോക്കിയാലോ? ആദ്യം ആവിയിൽ വേവും ആഹാരങ്ങളാണ്. ആവിയിലിങ്ങനെ വേവിക്കുന്നതാണ്. അതിൻ്റെ ചിത്രം കൂടി കാണിക്കാം നിങ്ങൾക്കൊന്ന് ഓർമ്മിക്കാനായിട്ട്. ആദ്യത്തേത് ഇലയടയാണ്, കണ്ടില്ലേ? പിന്നെയോ പുട്ടും ആവിയിൽ വേവിക്കുന്നതാണ്. അടുത്തത് കൊഴുക്കട്ട, പിന്നെ കുമ്പിളപ്പം, പിന്നെ നൂലപ്പം. ഇതൊക്കെ ആവിയിൽ വേവിക്കുന്നതാണ്. ഇതുകൂടാതെ ഏതൊക്കെയാണ്? കിണ്ണത്തപ്പം, കണ്ടില്ലേ? ഇതും ആവിയിൽ വേവിക്കുന്ന ഒരു പലഹാരമാണ്. പിന്നെയോ ഇഡ്ഡലി അല്ലേ? ഇഡ്ഡലിയും ആവിയിൽ വേവുന്ന ഒരു പലഹാരമാണ്. ഇനി ചുട്ടെടുക്കും ആഹാരങ്ങൾ: ഓട്ടട, പത്തിരി, ദോശ. ഇനി അതുകൂടാതെ ചുട്ടെടുക്കുന്നത് ചപ്പാത്തി, പൊറോട്ട. ഇനി വറുത്തെടുക്കും ആഹാരങ്ങൾ, എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നത്: ഉണ്ണിയപ്പം, അച്ചപ്പം, ബോണ്ട, നെയ്യപ്പം, ഉഴുന്നുവട, പരിപ്പുവട. ഇങ്ങനെ ഒരുപാടുണ്ട്. ഇനി വേവിക്കാത്തവ പലതുണ്ട്. ഏതൊക്കെയാണ്? മോര്, തൈര്, സർബത്ത്, ഐസ്ക്രീം, പിന്നെ ജ്യൂസുകൾ. പദകേളി. സദ്യയിലെ ഇനങ്ങൾ കണ്ടെത്തി എഴുതൂ. ഓരോ കോളം ഇങ്ങനെ ഒഴിച്ചു വിട്ടിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം പൂരിപ്പിച്ചാൽ നമുക്ക് സദ്യയിലെ വിഭവങ്ങൾ കിട്ടും. അപ്പോൾ നോക്കാം. ഓരോ ആരോ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒന്ന് നേരെയാണെങ്കിൽ ബാക്കി താഴേക്ക്. അങ്ങനെ നോക്കിയാണ് പദങ്ങൾ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തേത് നോക്കാം. ആദ്യത്തെ റൗണ്ടിൽ ഒന്നും കൊടുത്തിട്ടില്ല. രണ്ടാമത്തേതിൽ ഴം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സദ്യയിലെ ഒരു വിഭവമാണ് ഴം, പഴം. അപ്പോൾ അവിടെ വരുന്നത് പ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ പഴം എന്ന് വായിക്കാം. ഇനി അതിൻ്റെ താഴേക്ക് നോക്കൂ. പ നമുക്ക് കിട്ടി അല്ലേ? പ ച ഡി, പച്ചടി. അതൊരു വിഭവമാണ്. അടുത്തത് താഴേക്കാണ് അല്ലേ? ആദ്യത്തെ ലൈനിൽ താഴേക്ക് സം ആണ്, രസം എന്ന് കിട്ടി ഇല്ലേ? ഇനി പാ ഡാഷ് സം എന്നാണ് കൊടുത്തിട്ടുള്ളത്, പായസം. അടുത്ത കോളത്തിൽ ആരോ നേരെയാണ്, റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും? ചോറ്. അടുത്തത് താഴേക്കാണ് അല്ലേ? അപ്പോൾ ഓ ഡാഷ് എൻ, ഓലൻ. ഇനി അവസാനത്തേത് പ്ര ഡാഷ് ഡാഷ് എൻ എന്നാണ്, നേരെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഏതായിരിക്കും? പ്രഥമൻ. അപ്പോൾ
നമ്മൾ കണ്ടുപിടിച്ച വിഭവങ്ങൾ ഏതൊക്കെയാണ്? പഴം, പച്ചടി, രസം, പായസം, ചോറ്, ഓലൻ, പ്രഥമൻ. സദ്യയിൽ എന്തൊക്കെ? എല്ലാവരും സദ്യ കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഓണത്തിനും വിഷുവിനും കല്യാണങ്ങൾക്കും നമ്മുടെ സ്പെഷ്യൽ ആഘോഷങ്ങൾക്കുമൊക്കെ നമ്മൾ സദ്യ ഉണ്ടാക്കി കഴിക്കും ഇല്ലേ? അപ്പോൾ അതിലുള്ള വിഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പഴം, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി, അച്ചാറ്, ഓലൻ, കാളൻ, സാമ്പാർ, പരിപ്പ്, രസം, മോര്, ചോറ്, നെയ്യ്, നാരങ്ങ, പ്രഥമൻ, ബോളി, സേമിയ. ഇനി 2 വരികൾ കൂടിയുണ്ട്, അത് നമ്മൾ പൂരിപ്പിച്ച് എഴുതണം. ഏതൊക്കെയാണ് സദ്യയിലെ ഈ പറഞ്ഞതിൽ പെടാത്ത വിഭവങ്ങൾ എന്ന് നോക്കാം. അവിയൽ, പഴം നുറുക്ക്, കായ വറുത്തത്, ശർക്കര വരട്ടി, കൂട്ടുകറി, ഇഞ്ചിക്കറി, തോരൻ. വായിക്കാം, നടിക്കാം. വായിച്ചു നോക്കി അത് ചെയ്യുന്നത് പോലെ അഭിനയിക്കണം. ദോശമാവ് കലക്കി പാകത്തിന് ഉപ്പ് ചേർത്തു. അടുപ്പിൽ തീ കത്തിച്ചു. ദോശക്കല്ല് ചൂടാക്കി. കല്ലിൽ എണ്ണ പുരട്ടി. മാവൊഴിച്ച് പരത്തി. ദോശ മറിച്ചിട്ടു. പാത്രത്തിലെടുത്തു. കൈ കഴുകി വന്നു. വയർ നിറയെ തിന്നു. എന്താണിപ്പോൾ ഉണ്ടാക്കിയത്? ദോശയാണ് അല്ലേ? ആദ്യം തന്നെ ദോശമാവ് കലക്കണം. എന്നിട്ടതിലൊരു കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഇളക്കി അടുപ്പിൽ തീ കത്തിച്ചു വയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ദോശക്കല്ല് ചൂടാക്കണം തീയിൽ വെച്ചിട്ട് അല്ലേ? എന്നിട്ട് നമ്മൾ ഈ കലക്കി വെച്ച ദോശമാവ് അതിലൊഴിച്ച് പരത്തണം. ദോശ പോലെ വട്ടത്തിൽ പരത്തിയെടുക്കണം. എന്നിട്ട് ദോശ മറിച്ചിടണം. എന്നിട്ടോ അത് മൊരിഞ്ഞാൽ പാത്രത്തിലെടുത്ത് കൈ കഴുകി വന്ന് അത് മുഴുവൻ വയറ് നിറച്ച് കഴിക്കണം. വട വേണോ? വട. ഉള്ളിവടയോ പരിപ്പ് വടയോ മസാല വടയോ? ഏതു വടയാ കഴിക്കേണ്ടേ? ഏതൊക്കെ വടയാണ്? എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പലഹാരങ്ങളാണ് അല്ലേ? ഉള്ളിവടയോ പരിപ്പ് വടയോ മസാല വടയോ? ഏതു വടയാ കഴിക്കേണ്ടേ? ഇനി അടുത്തത് ഏതാണ്? പരിപ്പ് വടയോ ഉഴുന്നുവടയോ മസാല വടയോ? ഏതു വടയാ തിന്നേണ്ടേ? ഒരുപാട് വടകളുണ്ട് അല്ലേ? പരിപ്പ് വട, ഉഴുന്നുവട, മസാല വട, അങ്ങനെ ഒരുപാട് വടകളുണ്ട്. അപ്പം നമ്മുടെ ഈ 6ാമത്തെ പാഠം എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നമുക്ക് ഒരുപാട് ആഹാര സാധനങ്ങളെക്കുറിച്ചും അതുണ്ടാക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പം എല്ലാവരും നന്നായി പാഠം പഠിച്ച് അറിയാത്ത വാക്കുകളെല്ലാം എഴുതി പഠിച്ച് വെക്കണം. ഓക്കെ, താങ്ക് യു.